മലപ്പുറം മുന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറും പോലീസും ചേർന്ന് അധ്യാപകനെ കള്ളക്കേസിൽ കുടുക്കുന്നുവെന്ന് പരാതി. കഴിഞ്ഞ ദിവസം അക്രമാസക്തമായ ഡിവൈഎഫ്ഐ സമരത്തിൽ പങ്കെടുക്കാത്ത അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തതാണ് പുതിയ വിവാദങ്ങൾക്ക് കാരണം. വീട്ടിലെത്തി ഭാര്യയെയും മകനെയും പോലീസ് പീഡിപ്പിക്കുകയാണെന്ന് ഒളിവിൽ കഴിയുന്ന രതീഷ് പറയുന്നു. മുന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ VP സൈദലവിക്കെതിരെ അധ്യാപകർ ഉയർത്തുന്ന ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല. ആത്മഹത്യ ചെയ്ത KK അനീഷ് എന്ന അധ്യാപകൻ കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കുന്ന ഓഡിയോ സംഭാഷണങ്ങൾ റിപ്പോർട്ടർ കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്തിരുന്നു. ഇതേ തുടർന്ന് DYFI നടത്തിയ മാർച്ച് അക്രമാസക്തമാവുകയും ചെയ്തു. മാർച്ചിൽ പങ്കെടുത്ത് പോലീസിനെ ആക്രമിച്ചുവെന്ന കേസ് ചുമത്തി തന്നെ പീഡിപ്പിക്കുകയാണെന്ന് സ്കൂളിലെ അധ്യാപകനായ SR രതീഷ് പറയുന്നു. സമരം നടക്കുന്ന സമയം താൻ വീട്ടിലായിരുന്നുവെന്നും ഒളിവിൽ കഴിയുന്ന അധ്യാപകൻ വാദിക്കുന്നു. DYFI ഒരു മാർച്ച് നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ആ സമയത്ത് ആ പരിപാടി നടക്കുന്ന സമയത്ത് കാടാമ്പുഴയിലുള്ള എൻ്റെ വീട്ടിലാണ്. 5 മണി 6:30 വരെ ഞാൻ കാടാമ്പുഴയുള്ള വീട്ടിലാണ്. അതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് 5:30 നടന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു എന്ന് പറഞ്ഞ് ചൊവ്വാഴ്ച ഒരു കോൺസ്റ്റബിൾ 3:15 സ്കൂളിലെത്തുകയായിരുന്നു. ക്രിമിനൽ കേസിൽ ഉൾപ്പെടുത്തി രതീഷിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മറ്റധ്യാപകരും കുറ്റപ്പെടുത്തി. എന്നാൽ പോലീസിനെ ആക്രമിച്ച സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനാണ് രതീഷിനെ ഉദ്യോഗസ്ഥർ തിരയുന്നതെന്ന് തിരൂരങ്ങാടി SI N കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. റിപ്പോർട്ടർ, മലപ്പുറം.